സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ആക്ഷൻ ആൻഡ് സ്റ്റഫല്ല മൈൻക്രാഫ്റ്റ് പാച്ചിൻ്റെ ഒരു ഗെയിം പ്ലേ ഇട്ടുണ്ടായിരുന്നു. അത് എൻ്റെ ഫയൽ അടിച്ചു പോയി ഗൈസ്. ആ വീഡിയോ മാത്രം എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. അപ്പോൾ നമ്മൾ അത് ഞാനിപ്പോൾ തൽക്കാലത്തിന് ഞാൻ ഈ വേൾഡ് തന്നെയാണ് കളിക്കാൻ പോകുന്നത് വിത്തൗട്ട് ജോയ്സ്റ്റിക്ക് ഗൈസ്. ആ ജോയ്സ്റ്റിക്ക് വെച്ച് കളിക്കുമ്പോൾ നല്ല സൗണ്ടാണ്, അത് പറയാൻ പറ്റത്തില്ല, ഗെയിം ബ്രേക്ക് ആകാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഒന്നും ചെയ്യില്ല ഈ വേൾഡ് കൊണ്ട് ഒന്നും ചെയ്യില്ല. ഞാൻ ഈ വേൾഡ് ഒന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് മരിച്ചാലും സീനില്ലല്ലോ. അപ്പോൾ ഈ വേൾഡിൽ നമുക്ക് ഇന്ന് മരിക്കാതെ നോക്കണം. നിൽക്കടാ. പിന്നെ ഈ വില്ലേജിൻ്റെ അടുത്തൊരു കേവ് ഉണ്ട്. അത് ഞാൻ എക്സ്പോർട്ട് ചെയ്തപ്പോൾ നോക്കിയതാണ്. അതിൽ ഞാൻ കണ്ടത് ഇവിടെ ലാവ ഉണ്ട്. അപ്പോൾ നമ്മുടെ അയൺ ഫാമിനുള്ള ഏറ്റവും റെയറസ്റ്റ് റിസോഴ്സസ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അതുകൊണ്ടേ ഈ കേവിലല്ല തോന്നുന്നു. അതുകൊണ്ടേ ഇവിടെ വലിയൊരു കേവ് ഉണ്ട് ഗൈസ്, ഞാൻ കാണിച്ചു തരാം. ഇത് ആദ്യത്തെ ഡിസ്പ്ലേയിലൊക്കെ ഞാൻ മുകളിൽ റിച്ചോടെ റിച്ചാണ്. ഈ കേവിലാണെന്നാണ് തോന്നുന്നതല്ല. അത് നമുക്ക് ഇപ്പോൾ തൽക്കാലത്തിന് കാണിക്കുന്നില്ല. തൽക്കാലത്തിന് നമുക്ക് ഓടിയിട്ട് പിന്നെ കില്ലിട്ട്, ഞാൻ നോ ചീറ്റ്സാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ വീട്ടിൽ തന്നെ നമുക്കൊന്ന് റീസ്പോൺ സെറ്റ് ചെയ്യാം. റീസ്പോൺ സെറ്റ് ചെയ്യല്ല, കുറേ ദിവസമായി ഇങ്ങനെ കളിച്ചിട്ട്. ഇങ്ങനെ കളിച്ചാൽ പ്രത്യേക രസമാണ്. അല്ല, ഇതിൽ വേറൊരു കൺട്രോൾ ഉണ്ടല്ലോ, ഏകദേശം വേറൊരു പേരുള്ള ഒരു എന്തോ ഉണ്ട് കഴിച്ച് എനിക്കറിയുന്നുണ്ട്. ഏകദേശം അതുകൊണ്ട് അത് ഇതിലാണ് വരുന്നുണ്ടോന്ന്. കീബോർഡ് ആൻഡ് മൗസ് ടച്ച്. അതുകൊണ്ട് ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാലോ. കസ്റ്റമൈസ് ചെയ്യണം. അതുകൊണ്ട് ഇത് ഇങ്ങോട്ടേക്കാക്കാം. ഞാൻ ഈ കൺട്രോൾസിലായിരുന്നു പണ്ടൊക്കെ കളിക്കുന്നത്, ജമ്പും സ്നീക്കും. അതുകൊണ്ട് അത് രണ്ടും ഇങ്ങനെ ആക്കും. അതിൻ്റെ സൈസില്ലേ, അത് അപ്ലൈ ടു ഓൾ ബട്ടൺസ് ഇട്ടിട്ട് ഏകദേശം തോണ്ടേ ഇച്ചിരി ഇങ്ങോട്ടേക്ക് ആക്കിയിട്ട് തോണ്ടേ സൈസ് ഇച്ചിരി കുറയും. അപ്ലൈ ടു ഓൾ ബട്ടൺസ് ഇട്ടിട്ട് തോണ്ടേ ഏകദേശം തോണ്ടേ 72 ഇടണം. അല്ല, ഞാൻ ഒരു 82 ഇടും. എന്നിട്ട് ആ 82 ഉള്ളത് ഡണ്ണ് കൊടുക്കണം. ഇപ്പോഴാണ് എൻ്റെ കൺട്രോൾസ് നല്ല കൺട്രോളായത്. അതുകൊണ്ട് ഇനി എനിക്ക് അങ്ങനെയാണ് ഞാൻ കളിക്കുക. ഇപ്പോൾ നല്ല കൺട്രോളാണ്. ഇങ്ങനെയാണ് ഞാൻ സാധാരണ കളിക്കാറ്. അല്ല ഇങ്ങനെയല്ല, ഒന്നും കൂടി കസ്റ്റമൈസ് ചെയ്യുന്ന ഞാൻ സ്പ്രിൻ്റൊക്കെ അടുപ്പിച്ച് വെക്കും. അതുകൊണ്ട് സ്പ്രിൻ്റ് ആ സ്പ്രിൻറ്റും സ്നീക്കും ജോയ്സ്റ്റിക്കും ഒരുമിച്ച്. എന്നിട്ട് ഇത് രണ്ടും ഇവിടെ ഇങ്ങനെയാണ് ഞാൻ വെക്കുന്നതെന്ന് തോന്നുന്നു. ഡണ്ണ് കൊടുത്തിട്ട് ഇപ്പം കളിക്കാൻ നല്ല രസമാണ്. ഇപ്പം കണ്ടോ, ഇപ്പം നമുക്ക് ബ്ലോക്ക് പ്ലേസ് ചെയ്യുന്ന ഇത് രണ്ടും ഒരു സ്ഥലത്ത്. അതുകൊണ്ട് ഇപ്പോൾ അറ്റാക്ക് ചെയ്യാനൊക്കെ ഈസിയാണ്. എന്തു പറഞ്ഞാലും പണ്ട് ഞാൻ കളിക്കുന്ന ഡീപ്പായിടുന്നുണ്ട്. അതാണ് എന്തു പറഞ്ഞാലും നല്ലത്. ഇത് പിന്നെ ഹാർഡാണ്, ഒന്ന് നോക്കി വെച്ചാൽ. അതുകൊണ്ട് സ്നീക്കും എല്ലാം ഈസിയായി. അതുകൊണ്ട് ഇങ്ങനെ ചാടി പോയിട്ട് കുറച്ച് ബെല്ലടിച്ചേക്കാം. അതുകൊണ്ട് എൻ്റെ ബേസ് എവിടെയാണെന്ന് വെച്ചാൽ സ്പ്രിൻ്റ് വാക്കി മതിയാണതിന് കൊടുത്താൽ മതി. ഞാൻ മറ്റേ ഈ ടൈപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓട്ടോ ജമ്പ് ഇട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്നും ചാടണ്ട. സ്പ്രിൻ്റ് ഇട്ടിട്ട് ഇങ്ങനെ ചാടി പോവാം.
എൻ്റെ വീടവിടെ വീട് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ മതി കാണാം. അതാണ്ടേ പ്രത്യേകിച്ച് അടുത്താണ്. നമുക്ക് ഇവിടുത്തെ എല്ലാ ബെഡൊക്കെ പൊട്ടിച്ചിട്ട് ഇവിടെ തന്നെ അയൺ ഫാമൊക്കെ സെറ്റ് ചെയ്യാം. ഞാനെങ്കിൽ പിന്നെ ഈ വേൾഡിൽ ഞാൻ അത്രയ്ക്കൊന്നും മൈനിങ് നോക്കത്തില്ല. തൽക്കാലത്തിന് എനിക്ക് മൈൻക്രാഫ്റ്റ് പാച്ച് ആയതുകൊണ്ട് പറയാൻ പറ്റത്തില്ല, നല്ല ലാഗാണ്. അതുകൊണ്ട് ഞാൻ അയൺ ഫാം ഉണ്ടാക്കിയിട്ട് ഫുൾ അയൺ ഫാം ഉണ്ടാക്കുന്നുള്ളൂ, ഫുൾ അയൺ ടൂൾസ് ഉണ്ടാക്കുന്നുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് എന്നെ തന്നെ വിശ്വാസമില്ല. ഞാൻ ചിലപ്പോൾ ഈ വേൾഡ് നിറയെ പ്രോഗ്രസ്സൊക്കെ ചെയ്യുമായിരിക്കും, പക്ഷേ ആ വേൾഡ് പോകാനും ചാൻസ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് അറിയത്തില്ല, താനേ ഡിലീറ്റ് ആയി പോകും. പ്രത്യേകിച്ച് എൻ്റെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഡിലീറ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കിതൊക്കെ പാത്രത്തിലിരിക്കാം. നമ്മൾ ബെഡിൽ കിടന്ന് ഉറങ്ങത്തില്ല അപ്പോൾ. അതുകൊണ്ട് എങ്ങനെ ഇരിക്കണം പുതിയത് ആണെങ്കിൽ ഒരു 2 ബ്ലോക്കും കൂടി ഈ ശവല ഒടിയുന്നവരെ 2 ബ്ലോക്ക് വെച്ച് ചെയ്യട്ടെ. ഇത്ര മതി. അതുകൊണ്ട് ഇപ്പോൾ ഇതിൽ കൂടി ഇങ്ങനെ ഓടിപ്പോയി. ഇന്നത്തെ എപ്പിസോഡിൽ ചെറിയൊരു ഫാം ഉണ്ടാക്കണം, റിവർ സൈഡ് ഫാം ഉണ്ടാക്കണം, അല്ലാതെ ഉണ്ടാക്കുന്നില്ല. വേണ്ട, നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഫാർമിങ് മതി. ഫ്രണ്ട്സൊന്നും ഇല്ലാത്ത ഫാർമിങ്. നമ്മൾ അത്രയ്ക്ക് ചീറ്റൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഏകദേശം എന്തുകൊണ്ട് ഇവിടെ നട്ടാൽ മതി. വില്ലേജേഴ്സൊന്നും ഇങ്ങോട്ടേക്ക് വരത്തില്ല. അമ്മ വന്നാലും കുഴപ്പമില്ല, എനിക്ക് ഹാർവെസ്റ്റ് ചെയ്യേണ്ട, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ മൈൻ ചെയ്തിട്ട് ഇവിടെ വാട്ടർ വെച്ചാൽ നമുക്ക് പിന്നെ ഏകദേശം എന്തുകൊണ്ട് ഇവിടെ നിന്ന് 3 ബ്ലോക്ക് ഇങ്ങോട്ടേക്കും, ഇങ്ങോട്ടേക്ക് 4, ഇങ്ങോട്ടേക്ക് 4, ഇങ്ങനെ ഒന്നുണ്ടോ ചെയ്യാം. അല്ലതുകൊണ്ട് ഇത്രയും ചെയ്യാൻ തോന്നുന്നു. ഇത്രയും ചെയ്യാം. ഉണ്ടോ സ്പ്രെഡ് ആവുന്നുണ്ടോ? അത് സ്പ്രെഡ് ആവുന്ന ഈ ഏരിയയിൽ മാത്രമേ വെക്കാൻ പറ്റത്തുള്ളൂ. ഇല്ല, വെക്കാൻ പറ്റത്തുള്ളൂ എന്നല്ല, വെക്കാൻ പറ്റും ഇങ്ങനെ, പക്ഷെ വാട്ടറിൻ്റെ റേഞ്ച് കാണത്തില്ല. അപ്പോൾ നമുക്ക് ഇത് വെള്ളം പൊട്ടിച്ചിട്ട് ഇവിടെയും ഒരു ബക്കറ്റ് വെള്ളം വെച്ചേക്കാം. രസത്തിന് കിടക്കട്ടെ. ഒരു റിച്ച് ബ്രോടെ ബേസാന്ന് കേട്ടോ. ഇതിട്ടാൽ പിന്നെ നമുക്ക് കുറച്ച് കളിക്കാൻ ചെറിയ പാടുണ്ട്. അത് സീനില്ല. ഇപ്പോൾ കമ്പ്യൂട്ടറിൽ കളിക്കുന്ന ലൈഫില്ല. ഇങ്ങനെ കൊടുത്തിട്ടാൽ മതി. അയ്യോ അത്രയ്ക്കങ്ങ് കമ്പ്യൂട്ടറിൽ കളിക്കുന്ന ഫീലില്ല കേട്ടോ. ഇച്ചിരി കൂടിപ്പോയി കമ്പ്യൂട്ടറിൽ കളിക്കുന്ന ഫീല് കേട്ടോ. പറഞ്ഞറിയണം, ആ രസമുണ്ടല്ലോ എത്തിച്ചെടുക്കുന്നത്. എന്നിട്ട് ഓടിപ്പോയിട്ട് എൻ്റെ ഫാം എവിടെ, എന്നിട്ട് ഈ ഫാമിൽ ഇവിടെയും കൂടി വാട്ടർ വെച്ചിട്ട് പിന്നെ എനിക്കും വേണം വെള്ളം. ഉണ്ട് ഇങ്ങനെ എടുത്തിട്ട് അയ്യോ എനിക്ക് നല്ല ഹങ്കർ ഉണ്ട്. എന്നിട്ട് ഇതും പൊട്ടിക്കുക. ഇപ്പോൾ സ്റ്റെയർകാസായി എനിക്ക്. ഇനി എങ്ങനെയാണെങ്കിലും എനിക്ക് പോകാം. ഓട്. അയ്യോ അതുപോലും ഇല്ല. ഞാൻ റിച്ചാ ഗൈസ്. എപ്പോഴാണ് എന്ത് റിസോഴ്സസ് കുറവാണെങ്കിൽ ഞാൻ എപ്പോഴും റിച്ചാ. ഞാൻ റിച്ചാ ഗൈസ്, റിച്ചാ. നമുക്ക് ഫുഡ് വേണം. ശരി, ആ വില്ലേജിന് മര്യാദയ്ക്ക് ശരി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അടുത്തന്നെ വില്ലേജും ഇല്ലേ. അതുകൊണ്ട് പിന്നെ സീനില്ല. തൽക്കാലത്തിന് കിട്ടിയ 2 നമുക്ക് ഇങ്ങോട്ട് വെച്ചേക്കാം. നമുക്ക് അവിടെ നിന്ന് അങ്ങ് പോയി എടുത്താൽ പോലെ. അതുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് ഏതാണെന്ന് എനിക്കറിയത്തില്ല. ഇത് കിട്ടില്ല. ഇത് ക്യാരറ്റാ. തൽക്കാലത്തിന് ക്യാരറ്റ് എടുത്തേക്കാം.
ക്യാരറ്റാന്ന് തോന്നുന്നത്. രണ്ടും ക്യാരറ്റല്ല വേണ്ട, എന്തായാലും എടുത്തേക്കാം നമുക്ക്. ഓർമ്മയില്ല ഏതായാലും. ഇത് ബീട്രൂട്ട് എടുത്തേക്കാം. ബീട്രൂട്ട് സീഡ് കിട്ടി. ഈ വീറ്റ് ഇവിടെ ഉണ്ടായിരുന്നു ഫുള്ളി ഗ്രൗണ്ട്. ഏകദേശം ആ ഏരിയയില എവിടെയോ ആയിട്ടാണ് ഞാൻ കണ്ടത്. ഇവിടെ എവിടെയോ ഉണ്ടാവണമല്ലോ. ലൈമാക്ക് ക്യാരറ്റ് വേണം. ഫസ്റ്റ് എപ്പിസോഡിൽ ഓർമ്മയുണ്ടോ? ഞാൻ ഫസ്റ്റ് എപ്പിസോഡ് അപ്ലോഡ് ചെയ്തത് കണ്ട ഇതിലുണ്ടെങ്കിൽ അവർ കമൻറ്റ് ചെയ്താലേ വീഡിയോടെ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ എൻ്റെ ആദ്യം തന്നെ അപ്ലോഡായില്ലേ. അപ്പോൾ അത് എന്തായെന്ന് വെച്ചാൽ ഇന്ത്യ ഓൾറെഡി ഫുഡ് ഇരിക്കുമ്പോൾ ഞാൻ എന്താണ് പറയുന്നത്. ടേസ്റ്റി ബ്രെഡ് ഉണ്ടല്ലോ എൻ്റെ കയ്യിൽ. മോനെ എന്താ ടേസ്റ്റ്, സമ്മതിക്കണം. ടേസ്റ്റ് വേറെ ലെവല, നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഒരു സോക്സുള്ള എടുത്തിട്ട് ചെയ്യാം. എന്നിട്ട് ഓടിപ്പോട്ടെ. ഇങ്ങനെ ഓടിയിട്ട് ഈ ഷീപ്പിനൊക്കെ 1 ഹിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. ഇങ്ങനെ ഓടിയിട്ട് ഇപ്പം എനിക്ക് 2 ബെഡും കൂടി ഉണ്ടാക്കാം. ഓടിക്കാം. ആക്സ് വെച്ചടിക്കാം. നിൽക്കടാ. ഇവർക്ക് അടിക്കണം ഡാമേജ്, നല്ല ഡാമേജായി പിക്കാക്സിൽ. നിൽക്കടാ അവിടെ. ബെസ്റ്റ് ഷോട്ട് അവിടുത്തെ. നമുക്ക് പെട്ടെന്ന് തന്നെ ഓടണം. ഈ വില്ലേജിൽ ഇവിടെ 2 ബെഡ് ഉണ്ടല്ലോ. അതായത് നടന്നായിരിക്കും. ഞാനും വരാം. തലക്കിട്ട് കൊണ്ടുതന്നെ ഇപ്പോൾ അവന്മാർക്ക് ഓർക്കാൻ തോന്നും, നമുക്ക് തോന്നില്ല. അവന്മാർ നിർത്തി ഉറങ്ങുന്നതാണ് രാത്രിയാകുമ്പോൾ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ പെട്ടെന്ന് തന്നെ അതിൻ്റെ ചെയ്യണം. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് ഷീൽഡൊക്കെ ഉണ്ടാക്കിയില്ല. അതെന്താന്ന് വെച്ചാൽ അങ്ങനെയായിരുന്നു, എൻ്റെ ഡിലീറ്റ് ആയിപ്പോയി. അത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇപ്പോൾ നിറയെ വീഡിയോ അപ്ലോഡ് ചെയ്ത് അങ്ങനെ ഡിലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ സുദീപ് ബ്രോയുടെ ബേസൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഇട്ടിട്ടുണ്ട്. അതൊക്കെ താനേ പോയി. അതുകൊണ്ട് ഓടിപ്പോയിട്ട് ഇതേതാന്ന് നോക്കട്ടെ. ഇതാണ് ഞാൻ തപ്പിയത്. ഫൈനലി കിട്ടി ഗൈസ്. അവിടെ സാധനം കിട്ടി. നിൽക്കടാ. നീ വെള്ളത്തിൽ വീഴുമോ? നിക്ക്. മതി. അവനെ എൻ്റെ വില്ലേജെല്ലാം തൊട്ടാ കഴിഞ്ഞാൻ പറ്റും. കള്ള തൊട്ടാ കഴിഞ്ഞാൻ പറ്റും. നിൽക്കടാ അവിടെ. നല്ല അതുകൊണ്ട് ഇങ്ങനെ ചെയ്യണം. അതുകൊണ്ട് എന്നിട്ട് നമുക്ക് ഈസി കിട്ടി. ആ ടിക്ക് സ്പീഡൊന്ന് കൂട്ടിയിടായിരുന്നു. അതുകൊണ്ട് ഇതൊക്കെ പെട്ടെന്ന് വളർന്നേനെ. പക്ഷെ ഞാൻ കൂട്ടിയിടത്തില്ല. ചീറ്റയല്ലേ. എപ്പോഴും ബിഗിനിയർ പോലെ പതുക്കെ കളിക്കാൻ ഒരു ധൃതിയില്ല. എത്ര പതുക്കെ കളിക്കുന്ന അത്രയും പെട്ടെന്ന് നെതറേറ്റ് ആർമർ ഉണ്ടാക്കാം. ഇങ്ങനെ ഓടിപ്പോയി. മൈൻക്രാഫ്റ്റ് സ്കിന്നിനെന്തോ പ്രശ്നമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഓട് ഓനെ. ചെറിയ ജലദോഷം കാര്യങ്ങളുണ്ട് ഗൈസ്. അതുകൊണ്ടാണ് എൻ്റെ മൂക്കടപ്പാണ്. അത് നിങ്ങൾക്ക് പ്രശ്നമില്ല, അത് എനിക്ക് പ്രശ്നമില്ല, നിങ്ങൾക്ക് പ്രശ്നമുണ്ടാവും. അങ്ങനെയാണ്. എനിക്ക് പ്രശ്നമില്ല ഗൈസ്. ഞാൻ ഫൈനാ. അതുകൊണ്ട് 28 ഇവിടെ വെച്ചിട്ട് 28 വെക്കാൻ പറ്റത്തില്ല.
കാരണം അത്രയ്ക്ക് സ്ഥലമില്ല. ബാക്കി നമുക്ക് ഈ കോഴിക്ക് തിന്നാൻ കൊടുക്കാം. എന്നാൽ സ്റ്റിക്ക് സ്പീഡ് കൂടിയോ? ഇത്ര പെട്ടെന്ന് ഇത് വളർന്നില്ല. സ്റ്റിക്ക് സ്പീഡ് 468 ഇടണം മോനെ. ഫുൾ സ്പീഡാ. അതുകൊണ്ടേ ഒരു ക്യാരറ്റും ഒരു ബീട്രൂട്ടും എല്ലാം ഉണ്ട്. അതുകൊണ്ടോ മട്ടൻ ഉണ്ട്, വേണോ? വേണമെന്ന് പറഞ്ഞാലും തരത്തില്ല. അതുകൊണ്ട് ഈ തുറന്നിട്ട് ഇതിൻ്റെ അകത്ത് ഇത് വെച്ചിട്ട് ഫ്യൂലായി ബുക്ക് വെക്കാൻ പറ്റുമോ? എപ്പോഴോ തൽക്കാലത്തിനൊരു കാര്യം ചെയ്യാം, ജസ്റ്റ് വെച്ച് വെക്കാട്ടെ. ബാക്കിയുള്ള നമ്മളെ ഇതെടുത്തിട്ട് ഇതിൽ നിന്നൊരു 3 പ്ലാങ്ക്സ് എടുത്തിട്ട് എന്നിട്ടൊരു 3 പ്ലാങ്ക്സ് എടുക്കണം. ഇതിന് അതുകൊണ്ടേ ഇത്ര എടുത്തിട്ട് നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിളിൽ നിന്ന് ഞാൻ ഒരെണ്ണം ശ്രമിക്കും. എന്നിട്ട് നമുക്ക് അതുകൊണ്ട് ഇത് മൊത്തം സ്ലാബ് ആക്കണം. ഇപ്പോൾ ഏകദേശം 10 കിട്ടും. അതുകൊണ്ട് ഇങ്ങനെ 10 ഉണ്ടാവും. അതുകൊണ്ട് എന്നിട്ട് നമുക്ക് ഇനി അയണൊക്കെ കിട്ടിയാൽ പെട്ടെന്ന് സ്മെൽറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബ്ലാസ്റ്റ് ഫർണസായി. ഇപ്പോഴാണ് നമ്മുടെ ബേസ് ആക്ച്വൽ ബേസായത്. എൻ്റെ എല്ലാ ടൂൾസും ഒടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വുഡ് മൈൻ ചെയ്യാൻ പോവാം. അതും എല്ലാ സാധനവും ഇവിടെ എടുത്ത് വെച്ചിട്ട് അങ്ങനെ പോവുക. ഈ ഫീൽഡ് കൂടി എടുത്തിട്ട് പോവാം. അല്ലേ ഒന്ന് വിളിച്ചാലോ? ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. ഞാനല്ലേ ഇതൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ വേണം. ഞാൻ ഓഫ് ക്യാമറ ഗ്രൈൻഡിങ് ചെയ്തോളാം. അപ്പോൾ വീഡിയോയിലേക്ക് എത്ര ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും കാണാം. പീസ് ഔട്ട്.